ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടല്ലോ ഒരു തുറക്കലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സ്നാക്ക് കഴിക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു കോഴിമുട്ടയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ല, ആ ഒരു പരുവത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിക്കേണ്ട, അപ്പോൾ അത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് എണ്ണയൊന്ന് ആക്കി കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും എണ്ണ ഒന്ന് ആക്കി കൊടുത്ത് ഇത് അടച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഒരു 3 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുക്കാം. അതിലേക്ക് ഒരു ഇഞ്ചിൻ്റെ കഷ്ണം, പിന്നെ 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനീഗറും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനീഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വിനീഗറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ നമ്മളൊരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വൈകുന്നേരത്തേക്കാണെങ്കിൽ നിങ്ങളൊരു 11 മണിക്കൊക്കെ മാവ് ഇതുപോലെ പൊങ്ങാനായിട്ട് വെക്കുക. എന്നിട്ടിതാ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ പൊടി ഇട്ടിട്ട് ഞാൻ ഇതുപോലെ കയ്യിൽ തന്നെ വെച്ച് പരത്തി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ കൊഴുക്കട്ടയൊക്കെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പോലെ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പരത്തിയിട്ട് ഇതിൽ ഫില്ലിങ്സ് വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ വേറൊരെണ്ണം കൂടെ പരത്തുക. എന്നിട്ട് അത് ഇതിന് മുകളിൽ വെച്ചിട്ട് എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് ഷേപ്പാക്കി കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൽ തന്നെ ഇങ്ങനെ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ വെക്കുന്ന പോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ചിക്കനാണ് വേണ്ടത്. പൊരിച്ച ചിക്കനാണിത്. അത് ചെറുതാക്കി ഇങ്ങനെ പിച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപ്പും മുളകും മഞ്ഞളിട്ട് വേവിച്ചെടുത്തിട്ട് ആയാലും മതി കേട്ടോ. പിന്നെ അതിന് മുകളിലേക്ക് കുറച്ച് ചമ്മന്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മയണൈസ് കേട്ടോ, മയണൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയണൈസ് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ വെച്ച് കൊടുക്കുന്നത് മുട്ടയാണ്. മുട്ട ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യുക. എന്നിട്ട് അതിന്ന് ഒരു പീസ് മുട്ട എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിനെ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, ഈ സൈഡിൽ നിന്ന് മാവ് വലിച്ച് ഇതിനൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മോമോസൊക്കെ നമ്മൾ ചെയ്തെടുക്കില്ലേ, അതേപോലെ വേണം കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പതുക്കെ പരത്തി കൊടുക്കുക. അതല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിക്ക് നിങ്ങൾക്ക് 2 പത്തിരി പരത്തുക. എന്നിട്ട് അതിനുള്ള ഫില്ലിങ്സ് വെച്ച് അടച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ നല്ല എണ്ണ ചൂടായിട്ട് അതിലേക്ക് നമ്മുടെ തുറക്കലപ്പം ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു സ്നാക്കൊന്നല്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ടേസ്റ്റുള്ള സ്നാക്ക് കഴിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നേരത്തെ ഇതിലേക്കുള്ള ഫില്ലിങ്സൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വൈകിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള തുറക്കലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.